നിളയോരപാതയിൽ പ്രതിഭാസംഗമവും ഇശൽ വിരുന്നും സംഘടിപ്പിച്ചു. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചയ്ക്കൊരു മങ്ങലും ഒക്കെ ആയിരുന്നു. ക്ലാസ് ഉപേക്ഷിച്ചാലോന്ന് വരെ ചിന്തിച്ചതാ. അമ്മൂമ്മയാ പറഞ്ഞത്, നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം, അഹല്യയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ. അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി. ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം, നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഈശ്വരമംഗലം ജ്ഞാനോദയം ഗ്രന്ഥാലയത്തിന്റെയും കലാസമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഈശ്വരമംഗലം നിളയോരപാതയിൽ പ്രതിഭാസംഗമവും ഇശൽ വിരുന്നും സംഘടിപ്പിച്ചു. പി നന്ദകുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആധുനികമായ എല്ലാ സംവിധാനങ്ങളും നമ്മളുണ്ട്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് സബ്ജക്റ്റിന് ഇപ്പൊ നിങ്ങൾ SLC കഴിഞ്ഞ് പോവുകയാണ്, സബ്ജക്റ്റിലേക്ക് പോവുകയാണ്, നിങ്ങൾ പോവുക +2കാരാണെങ്കിലും അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ആ സബ്ജക്റ്റിൽ നമുക്ക് നല്ല ധാരണ വേണം. ഇനി ഇപ്പോ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നാനാവശങ്ങൾ പഠിക്കാൻ കഴിയണം. പുസ്തകത്തിനകത്ത് ഒതുങ്ങിയതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്കുള്ളത്. രണ്ടാമത് നമ്മുടെ സമൂഹത്തെ പറ്റി ധാരണ വേണം നമുക്കുള്ളത്. ഇന്ന് കുട്ടികൾക്ക് അതില്ല. വായനയാണ് ലഹരി എന്ന വിഷയത്തിൽ വിമുക്തി കോർഡിനേറ്ററും പൊന്നാനി സിവിൽ എക്സൈസ് ഓഫീസറുമായ ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഉന്നത പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് MLA അവാർഡ് ദാനം നിർവഹിച്ചു. ബാബു KV, നസീമ ഫിറോസ്, മുഹമ്മദ് കുഞ്ഞി, വാസുദേവൻ, നിജിതാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. PP മൊയ്തീൻകുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദിലീപ് കുമാർ സ്വാഗതവും ധർമ്മൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. നവനീത് E, മാലിക് മെഹറൂഫ്, സുന്ദു തറയിൽ, വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.